മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പ്രോഗ്രാമിനുള്ളിൽ ഉപയോഗിക്കുമ്പോൾ CMath എന്ന ഹെഡർ ഫയലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സിലബസിൽ 3 മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പഠിക്കാനുണ്ട്: ABS, SQRT ആൻഡ് POW. ആദ്യം ABS എന്താണെന്ന് നോക്കാം. ABS ഫങ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻറ്റിജർ. ഒരു ഇൻറ്റിജറിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് ABS ഫങ്ഷൻ. ഇൻറ്റിജർ ആകുമ്പോൾ പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഇൻറ്റ് ABS ഓഫ് INT. ഇവിടെ ആർഗ്യുമെൻ്റായി പാസ് ചെയ്യുന്ന ഇൻറ്റിജർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആകാം. എക്സാമ്പിൾ n = -25 കൊടുക്കുകയാണ്. ABS ഓഫ് n, അതായത് ABS ഓഫ് -25 ആണ് കണ്ടെത്തേണ്ടത്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് വിൽ ബി 25. ശരിക്കും ആബ്സല്യൂട്ട് വാല്യൂ എന്താ ചെയ്യുന്നത്? ഒരു സൈൻഡ് നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു, നമുക്ക് സൈൻ ഇല്ലാത്തൊരു നമ്പർ ഔട്ട്പുട്ടാക്കി കിട്ടുന്നു. ഇനി മറ്റൊരു കേസ് നമുക്ക് നോക്കാം. ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. FABS ഫംഗ്ഷൻ ഓർ ഫാബ്സ് എന്ന് പറയാം. ഫാബ്സ് എന്ന ഫംഗ്ഷനിലേക്ക് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ ഇല്ലാത്ത ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ഔട്ട്പുട്ടായി ലഭിക്കുന്നു. To find the absolute value of a floating point number, we use fabs function. It will return the floating point value. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. Cout fabs of -1.3 displays 1.3. Now SQRT function. It is used to find the square root of a number. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് SQRT. നമുക്ക് ഈ ഒരു ഫംഗ്ഷനുള്ളിൽ 3 തരത്തിലുള്ള ഡേറ്റാസ് കൊടുക്കാം: ഇൻറ്റിജർ ടൈപ്പ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ടൈപ്പ് ആൻഡ് ഡബിൾ ടൈപ്പ്. സിൻടാക്സ് എഴുതുമ്പോൾ ഡബിൾ SQRT ഓഫ് ഡബിൾ എന്നാണ് എഴുതുന്നത്. എന്നാൽ പോലും നമുക്ക് ഇൻറ്റും ഫ്ലോട്ടും ഡബിളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് n = 25, ഫ്ലോട്ട് b = SQRT ഓഫ് n. അവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ബിയിലേക്ക് 25ൻ്റെ സ്ക്വയർ റൂട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അത് ഡിസ്പ്ലേ ചെയ്യാനായി Cout b കൊടുക്കുന്നു. അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്ന 5 ആണ്. 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. അത് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് കിട്ടുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഡബിൾ എന്ന ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്തിനാണ്? കൂടുതൽ വ്യക്തമായി ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റിസൾട്ട്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡബിൾ എന്ന ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. സപ്പോസ് n-ൻ്റെ വാല്യൂ 25.4 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ആൻസർ വിൽ ബി 5.03841. ഇത്രയും ആക്യുറേറ്റായി നമുക്ക് ആ പ്രിസിഷൻ വാല്യൂ, ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഇത്രയും ആക്യുറേറ്റായി വാല്യൂസ് കിട്ടണമെങ്കിൽ നമുക്ക് ഡബിൾ എന്നുള്ള ഡേറ്റ ടൈപ്പ് തന്നെ ഉപയോഗിക്കേണ്ടതായി വരുന്നു. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ഇസ് POW ഓർ പവർ ഓഫ്. POW എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് ഫോമായി POW തന്നെ പറഞ്ഞാൽ മതിയാവും. ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് POW. ഇവിടെ നമുക്ക് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും, X ആൻഡ് Y. ഈ 2 ആർഗ്യുമെൻറ്റ്സും ഇൻറ്റാകാം, ഫ്ലോട്ടാകാം, ഡബിൾ ആകാം. നമ്മൾ സിൻടാക്സിൽ ഡബിൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഇൻറ്റ് എഴുതിയാലും ഫ്ലോട്ട് എഴുതിയാലും ഒക്കെ കറക്റ്റ് തന്നെയാണ്. ഡബിൾ POW ഓഫ് ഡബിൾ ഡബിൾ. എക്സാമ്പിൾ ഇൻറ്റ് x = 5, y = 4, z = പവർ ഓഫ് x, y. ഇവിടെ പവർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സിൻ്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 4. നമ്മൾ 5⁴ പഠിച്ചിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ ചെയ്യുക. 5 × 5 × 5 × 5. 5നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ആൻസർ. സെഡിലേക്ക് ആൻസർ സ്റ്റോർ ചെയ്യുന്നു. ആൻസർ എന്താണ്? 625 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുക. അത് സ്റ്റോർ ചെയ്യുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. Cout പവർ ഓഫ് y, 2. വൈയുടെ വാല്യൂ ഇസ് 4, 2. ഡയറക്റ്റ്ലി നമ്മൾ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് കൊടുത്തിരിക്കുന്നു ആർഗ്യുമെൻറ്റിന് പകരം. സോ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? y = 4, 2.
ദാറ്റ് മീൻസ് 4^2. 4 into 4. 4 into 4 ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താ? ഇറ്റ് ഇസ് 16. ഇനി നമുക്കൊരു പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് എ സർക്കിൾ യൂസിങ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. നമ്മൾ പഠിച്ച മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രയാങ്കിളിൻ്റെയും സർക്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാം. ഇവിടെ 2 ഹെഡർ ഫയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. #include IOStream, #include CMath. മാത്തമാറ്റിക്കൽ ഫങ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് CMath എന്നുള്ള ഹെഡർ ഫയൽ ഇവിടെ ഉപയോഗിച്ചത്. യൂസിങ് നെയിം സ്പേസ് std, int main, const float pi equal to 22.0/7. ഇവിടെ ശരിക്കും 3.14 എന്ന് കൊടുത്താൽ മതി. പൈയുടെ വാല്യൂ 3.14. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഒരു കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, കോൺസ്റ്റ് എന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് സിംബോളിക് കോൺസ്റ്റൻറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. പൈ എന്നുള്ളത് മാത്തമാറ്റിക്സിൽ നമ്മൾ സാധാരണയായി ഉപയോഗിച്ച് കാണുന്നതാണ്. പൈയുടെ വാല്യൂ എന്താണ്? 3.14. അത് ഡയറക്റ്റ്ലി ഇവിടെ കൊടുത്താലും മതിയാകും. ഇവിടെ 22.0/7 എന്ന് കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. നമുക്കത് 3.14 എന്നും കൊടുക്കാം. ഇനി 4 ഇൻറ്റിജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. A, B, C ആൻഡ് റേഡിയസ്. അതുപോലെ ഫ്ലോട്ട് വേരിയബിൾസായി S, ഏരിയ 1 ആൻഡ് ഏരിയ 2 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. സി ഔട്ട്, എൻ്റർ ദ 3 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ഇൻപുട്ട് ചെയ്യുന്നു. അത് A, B, C എന്ന 3 വേരിയബിൾസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. S ഈക്വൽ ടു A + B + C by 2.0. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ 2 സ്റ്റെപ്പായി പറയുന്നത്. ആദ്യം A + B + C by 2.0 പെർഫോം ചെയ്യുക. അതിനുശേഷം ഏരിയ കാണാനായി SQRT (S × S - A × S - B × S - C) ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്കൂൾ ലെവലിൽ എങ്ങനെയാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ആ ഇക്വേഷൻ ഇവിടെ 2 സ്റ്റെപ്പായി പെർഫോം ചെയ്യുന്നു. ഓക്കെ, റിസൾട്ട് സ്റ്റോർ ചെയ്ത് കിട്ടുന്നത് ഏരിയ 1ലാണ്. ഇവിടെ ഈ പാരാന്തസിസ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ്. S - A പെർഫോം ചെയ്യുക, ദെൻ S - B, ദെൻ S - C. ഓരോന്നിൻ്റെ റിസൾട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് എസുമായി മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തുക. നമ്മൾ പാരാന്തസിസിനകത്ത് ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പ്രയോറിറ്റി പോകുന്നത്. സി ഔട്ട് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഏരിയ 1. അത് ഡിസ്പ്ലേ ചെയ്യുന്നു. അടുത്തതായി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടതായുണ്ട്. അതിനുവേണ്ടി നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടതായുണ്ട്. CN റേഡിയസ് ചെയ്തു. റേഡിയസ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഏരിയ ഈക്വൽ ടു PI ഇൻറ്റു പവർ ഓഫ് റേഡിയസ്, 2. πr² എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് എ സർക്കിൾ അതാണ് ഇവിടെ പെർഫോം ചെയ്തിരിക്കുന്നത്. πr² പവർ ഓഫ് ഫങ്ഷൻ ഉപയോഗിച്ച് റേഡിയസ്, 2 എന്ന് കൊടുത്തു. അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. റിട്ടേൺ 0. ഇതാണ് ഈ ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഞാൻ ജീനി എഡിറ്ററിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വന്നു. ബിൽഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. നൗ എക്സിക്യൂട്ട് ചെയ്തു. എൻ്റർ ദ 3 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. ഞാനിവിടെ 5, 7, 9 ഈ 3 വാല്യൂസ് കൊടുക്കുന്നു. ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 17.4123 കിട്ടിക്കഴിഞ്ഞു. ഇനി എൻ്റർ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഐ എം ഗിവിങ് വാല്യൂ 2.5. So the area of circle is 12.5714. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്. നൗ അവസാനത്തെ പ്രീഡിഫൈൻ ഫങ്ഷൻ കാറ്റഗറി ക്യാരക്ടർ ഫങ്ഷൻസ്. ക്യാരക്ടർ ഫങ്ഷൻസ് നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ ഉൾപ്പെടുത്താനായി നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് C ടൈപ്പ്. We have 7 character functions.
ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽനം, ടു അപ്പർ ആൻഡ് ടു ലോവർ. ഇതിൽ ആദ്യത്തെ 5 എണ്ണം ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷൻസാണ്. അവസാനത്തെ 2 എണ്ണം, 6-ാമത്തെയും 7-ാമത്തെയും, ടു അപ്പർ ആൻഡ് ടു ലോവർ ഫങ്ഷൻസ് ആർ യൂസ്ഡ് ഫോർ കൺവേർഷൻ. കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാരക്ടർ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടു അപ്പർ ആൻഡ് ടു ലോവർ. ഓക്കെ, ഫസ്റ്റ് ഫങ്ഷൻ നോക്കാം. ഈസ് അപ്പർ. ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ഇൻ അപ്പർ കേസ് ലെറ്റർ ഓർ നോട്ട്. ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുന്നു, അത് അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സിൻടാക്സ് ഇൻറ്റ് ഈസ് അപ്പർ ഓഫ് ക്യാർ. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടർ അപ്പർ കേസിലാണെങ്കിൽ ദ ഫങ്ഷൻ വിൽ റിട്ടേൺ 1 ഓർ എ പോസിറ്റീവ് നമ്പർ. നമ്മുടെ GCC കമ്പൈലറിൽ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഞാൻ എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് n ഈക്വൽ ടു ഈസ് അപ്പർ ഓഫ് എ. എ എന്ന് പറയുന്നത് ഒരു ലോവർ കേസ് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വാല്യൂ 0 വിൽ ബി സ്റ്റോർഡ് ഇൻ n. എക്സാമ്പിൾ 2 നോക്കാം. char c ഈക്വൽ ടു ക്യാപിറ്റൽ A. ഇൻറ്റ് n ഈക്വൽ ടു ഈസ് അപ്പർ ഓഫ് c. അപ്പോൾ സിയിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. അത് അപ്പർ കേസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണല്ലോ. സോ ഇറ്റ് അസൈൻസ് എ പോസിറ്റീവ് നമ്പർ ടു ദ വേരിയബിൾ n. ഓക്കെ, സിയിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ എ ആയതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും എന്നിലേക്ക് സ്റ്റോർ ചെയ്യുക. പ്രിൻ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് നമ്പർ തന്നെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കിട്ടുക. സി ഔട്ട് ഈസ് അപ്പർ ഓഫ് 5. 5 എന്ന് പറയുന്നത് ഒരു ഡിജിറ്റാണ്. അത് അപ്പർ കേസ് അല്ല, ലോവർ കേസുമല്ല. അതുകൊണ്ട് ഇറ്റ് ഡിസ്പ്ലേസ് 0. അപ്പർ കേസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവ് നമ്പർ കിട്ടുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് ലോവർ. ഈ ഫങ്ഷൻ എന്തിനായിരിക്കും ഉപയോഗിക്കുക? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ഇൻ ലോവർ കേസ് ഓർ നോട്ട്. ഒരു ക്യാരക്ടർ ലോവർ കേസിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് ഈസ് ലോവർ ഫങ്ഷൻ. സിൻടാക്സ് ഇൻറ്റ് ഈസ് ലോവർ ഓഫ് ക്യാർ. നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ് ക്യാരക്ടർ ടൈപ്പാണ്, അതുകൊണ്ടാണ് ഇവിടെ ക്യാർ കൊടുത്തിട്ടുള്ളത്. ഈ ഫങ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് ഒരു ലോവർ കേസ് ലെറ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ എ പോസിറ്റീവ് നമ്പർ. ഇനി ലോവർ കേസ് ലെറ്റർ അല്ല എങ്കിൽ 0 എന്നുള്ളത് റിട്ടേൺ ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ എക്സാമ്പിൾ 1 നോക്കാം. CH ഈക്വൽ ടു എക്സ്. ഈ ഒരു എക്സ് ലോവർ കേസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈസ് ലോവർ ഓഫ് CH എന്നുള്ള ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് n ഈക്വൽ ടു ഈസ് ലോവർ ഓഫ് എ. ഇവിടെ ഡയറക്റ്റ്ലി നമ്മൾ ആ ഒരു ക്യാരക്ടർ കൊടുക്കുകയാണ്. എ എന്ന് പറയുന്നത് അപ്പർ കേസാണ്. അപ്പർ കേസ് ആയതുകൊണ്ട് തന്നെ 0 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഈസ് ആൽഫ. ദിസ് ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ആൽഫബറ്റ് ഓർ നോട്ട്. ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടർ ഒരു ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് ഈസ് ആൽഫ ഫങ്ഷൻ. സിൻടാക്സ് നോക്കാം. ഇൻറ്റ് ഈസ് ആൽഫ ഓഫ് ക്യാർ. ഇത് പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ആൽഫബറ്റ് ആയിരിക്കണം. അല്ലാത്ത കേസസിൽ 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. എക്സാമ്പിൾസ് നോക്കാം. സി ഔട്ട് ഈസ് ആൽഫ ഓഫ് സ്മോൾ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എ ആയാലും എന്താണത്? ആൽഫബറ്റ് ആണ്. So it displays a positive number. Second example, C out is alpha of capital A. Capital A is also an alphabet, so it returns a positive number. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. C out is alpha of 5. 5 എന്ന് പറയുന്നത് ആൽഫബറ്റ് ആണോ? അല്ല. അല്ലാത്തത് കൊണ്ട് it displays a 0. Next, is digit. Is digit function is used to check whether എ ക്യാരക്ടർ ഇസ് ഡിജിറ്റ് ഓർ നോട്ട്. ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈസ് ഡിജിറ്റ് ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. ഡിജിറ്റ് ആണെങ്കിൽ 1 എന്ന് റിട്ടേൺ ചെയ്യുന്നു, അല്ല എങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യുന്നു. അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഇൻറ്റ് ഈസ് ഡിജിറ്റ് ഓഫ് ക്യാർ ഫങ്ഷൻ. ഇൻറ്റ് ഈസ് ഡിജിറ്റ് ഓഫ് ക്യാർ. എക്സാമ്പിൾ 1, സി ഔട്ട് ഈസ് ഡിജിറ്റ് ഓഫ് എ. എ എന്ന് പറയുന്ന ഡിജിറ്റ് ആണോ? അല്ല, ആൽഫബറ്റ് ആണ്. സോ it displays 0. C out is digit of capital A. അതും ഡിജിറ്റ് അല്ല. So it returns 0. C out is digit of 5. 5 എന്ന് പറയുന്നത് ഡിജിറ്റ് ആണ്.
So it returns 1. Now another example is digit of 5. 5 എന്ന് പറയുന്നത് ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആണ്, ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ടല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിംഗിൾ കോട്ട്സ് ഇട്ടാൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആകുമായിരുന്നു. 5 എന്ന ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇറ്റ് ഡിസ്പ്ലേസ് 0, നോട്ട് എ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. Now is alnum. This function is used to check whether a character is alphanumeric or not. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ആൽഫബറ്റോ നമ്പറോ ആണ് എങ്കിൽ റിട്ടേൺസ് എ പോസിറ്റീവ് നമ്പർ, അതർവൈസ് ഇറ്റ് റിട്ടേൺസ് 0. അതർവൈസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ എന്തെങ്കിലുമാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ 0 ആയിരിക്കും കിട്ടുക. ആൽഫബറ്റോ നമ്പറോ ആണ് നമ്മൾ എടുക്കുന്ന ക്യാരക്ടേഴ്സ് എങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് സീ എക്സാമ്പിൾസ്. എക്സാമ്പിൾ 1, സി ഔട്ട് ഈസ് നം ഓഫ് എ. എ എന്ന് പറയുന്നത് ഒരു ആൽഫബറ്റാണ്. സോ ദ ഫങ്ഷൻ ഡിസ്പ്ലേസ് എ പോസിറ്റീവ് നമ്പർ. സെക്കൻഡ് എക്സാമ്പിൾ, സി ഔട്ട് ഈസ് ആൽനം ഓഫ് ക്യാപിറ്റൽ എ. ദിസ് ഈസ് ഓൾസോ ആൻ ആൽഫബറ്റ്, അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ് എ പോസിറ്റീവ് നമ്പർ. തേർഡ് എക്സാമ്പിൾ, സി ഔട്ട് ഈസ് ആൽനം ഓഫ് 5. ഇവിടെ നമ്പറാണ്, അതുകൊണ്ട് ഇറ്റ് ഡിസ്പ്ലേസ് എ പോസിറ്റീവ് നമ്പർ. നെക്സ്റ്റ് എക്സാമ്പിൾ, സി ഔട്ട് ഈസ് ആൽനം ഓഫ് 5. ഇവിടെ സിംഗിൾ കോട്ട്സിനുള്ളിലല്ല 5 കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ വിൽ ബി 0. എക്സാമ്പിൾ 5 നോക്കാം. സി ഔട്ട് ഈസ് ആൽനം ഓഫ് ഹാഷ് സിമ്പിൾ. ഇവിടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത്, അത് ആൽഫബറ്റുമല്ല നമ്പറുമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻ ഒരു കൺവേർഷൻ ഫങ്ഷനാണ് ടു അപ്പർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ ലോവർ കേസ് ലെറ്റർ ടു അപ്പർ കേസ്. ലോവർ കേസ് ലെറ്ററിനെ അപ്പർ കേസാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് ടു അപ്പർ ഫങ്ഷൻ. സിൻടാക്സ് ക്യാർ ടു അപ്പർ ഓഫ് ക്യാർ. നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ് ക്യാരക്ടർ ടൈപ്പാണ്. ഇതെന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? ഇറ്റ് റിട്ടേൺസ് ദി അപ്പർ കേസ് ഫോം ഓഫ് എ ലോവർ കേസ് ലെറ്റർ. ഒരു ലോവർ കേസ് ലെറ്ററിൻ്റെ അപ്പർ കേസ് ഫോം ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുക. എക്സാമ്പിൾ നോക്കാം. സി ഔട്ട് ടു അപ്പർ ഓഫ് എ. എ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലോവർ കേസിലാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ക്യാപിറ്റൽ എ ആണ് ഔട്ട്പുട്ട്. അതെങ്ങനെയാണ് ചെയ്യുക? ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത് 65 ആണ്. 65 is the ASCII value of A. ഇനി ഈ 65 അല്ലാതെ A നമുക്ക് കിട്ടണമെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതി നോക്കാം. അതായത് ടു അപ്പറിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു ക്യാരക്ടർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി ആൽഫബറ്റ് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ക്യാർ സി എച്ച് ഈക്വൽ ടു ടു അപ്പർ ഓഫ് എ. സി എച്ചിലേക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ വരുന്നു, അത് ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ എ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അവിടെ എന്താ ശരിക്കും സംഭവിച്ചത്? 65 എന്നുള്ള ആസ്കി വാല്യൂ ഈസ് കൺവേർട്ടഡ് ടു എ ക്യാരക്ടർ. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. അല്ല എങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് ഉപയോഗിച്ച്, നമ്മൾ +1 പഠിച്ചിട്ടുള്ള ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചും നമുക്ക് കൺവേർഷൻ പെർഫോം ചെയ്യാം. അതാണ് അടുത്ത എക്സാമ്പിളിൽ പറയുന്നത്. ടൈപ്പ് കാസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ പാരാന്തസിസിനുള്ളിൽ ഏത് ടൈപ്പിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഡേറ്റ ടൈപ്പ് കൊടുക്കുന്നു. ക്യാർ ടു അപ്പർ ഓഫ് എ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മതിയാകും. ഇവിടെ ക്യാർ എന്നുള്ള ടൈപ്പ് കാസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ടു അപ്പർ ഓഫ് എ, ഇറ്റ് ഡിസ്പ്ലേസ് എ. മറ്റൊരു എക്സാമ്പിൾ, സി എച്ച് ഈക്വൽ ടു അപ്പർ ഓഫ് ബി. ബിയുടെ ആസ്കി വാല്യൂവായ 66 എടുക്കുന്നു, അത് ക്യാരക്ടറായി കൺവേർട്ട് ചെയ്ത് ബി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഫങ്ഷൻ ടു ലോവർ ഫങ്ഷൻ. അടുത്ത കൺവേർഷൻ ഫങ്ഷനാണ് ടു കൺവേർട്ട് ആൻ അപ്പർ കേസ് ലെറ്റർ ടു ലോവർ കേസ്. ഒരു അപ്പർ കേസ് ലെറ്ററിനെ ലോവർ കേസായി കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് ടു ലോവർ കേസ് ഫങ്ഷൻ. ആൻഡ് സിൻടാക്സ് നോക്കാം. ക്യാർ ടു ലോവർ ഓഫ് char. It returns the lowercase form of an uppercase letter. Examples നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ
സി ഔട്ട് ടു ലോവർ ഓഫ് ക്യാപിറ്റൽ എ എന്ന് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുക സ്മോൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ ആണ് നമുക്ക് കിട്ടുക, ദാറ്റ് ഈസ് 97. ഇവിടെ നേരത്തെ ചെയ്തതുപോലെ ടു ലോവർ ഓഫ് ക്യാപിറ്റൽ എ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്മോൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ CH എന്നുള്ള ക്യാരക്ടർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, അത് ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് സ്മോൾ ലെറ്റർ എ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നു. മൂന്നാമത്തെ എക്സാമ്പിൾ ടൈപ്പ് കാസ്റ്റിംഗ്. ലോവർ കേസ് ഓഫ് എ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ക്യാരക്ടറാക്കി പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. ദെൻ ദ ലാസ്റ്റ് എക്സാമ്പിൾ CHAR ടു ലോവർ ഓഫ് ബി. ബി എന്ന് പറയുന്നത് ലോവർ കേസ് തന്നെയല്ലേ, പിന്നെ അവിടെ മാറ്റമൊന്നും വേണ്ടിയില്ലല്ലോ. സോ ഇറ്റ് ഡിസ്പ്ലേസ് ബി.